നോട്ടീസ് വിതരണത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത CPI പ്രവർത്തകരെ സ്റ്റേഷൻ ഉപരോധത്തിനൊടുവിൽ വിട്ടയച്ചു. നോട്ടീസ് ഇറക്കിയതിൽ പങ്കില്ലെന്ന് CPI ജില്ലാ സെക്രട്ടറി ചിറ്റയം ഗോപകുമാർ പ്രതികരിക്കുകയും ചെയ്തു. നേരത്തെ ശാന്തകുമാർ, അടൂരിലെ UDF സ്ഥാനാർത്ഥി ശാന്തകുമാർ ആ വിഷയത്തിൽ വൈകാരികമായി പ്രതികരിക്കുന്ന നേരത്തെ കണ്ടിരുന്നു. ചിറ്റയത്തിന്റെ വാക്കുകളിലേക്ക്. ഞങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടൂരിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനത്തിലാണ് ഞങ്ങൾ വിട്ടുപിടിക്കുന്നത്. പരാജയ ഭീതി കൊണ്ട് അവരാണ് ഇപ്പോൾ LDFിനെതിരായിട്ടുള്ള വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങി ഞങ്ങളുടെ പ്രവർത്തന വീടുകളിൽ പോലീസ് കയറും. ഞങ്ങൾ അതിനായി നിയമം നടപടി സ്വീകരിക്കും. കളക്ടർ കോൺഗ്രസ്സുകാർക്ക് വേണ്ടിയാണ് പറയുന്നത്. കളക്ടർക്ക് ഇവിടെ പരസ്യം പറയാൻ ഇൻഫർമേഷൻ ആക്ട്, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പാസ്സായ നാടാണ് ഇന്ത്യ. അറിയാനും അറിയിക്കാനുള്ള അവകാശമുണ്ട് പാർലമെന്റിൽ. ഒരു നോട്ടീസ് കിട്ടിയാൽ വായിക്കണ്ട എന്ന് പറയാൻ കളക്ടർക്ക് എന്താ അവകാശം? ഇത് ജനാധിപത്യ രാജ്യമല്ലേ? ഇതെന്താ അടിയന്തരാവസ്ഥയാണോ? കളക്ടർ ഇവിടെ വന്നിട്ട് കോൺഗ്രസ്സുകാരെ സപ്പോർട്ട് ചെയ്യുന്നതിൽ കളക്ടർ പരസ്യമായിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നു. അങ്ങനെ കേസില്ല, പ്രതിയില്ല, കളക്ടർ ഇങ്ങനെ പറയാൻ പറ്റും? ഷിജോ കുര്യൻ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ഷിജോ, ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് എത്തുന്നുണ്ട് അടൂര്. അപ്പോൾ സ്വാഭാവികമായും പല നീക്കങ്ങൾ പല പാർട്ടികളിൽ നിന്ന് പ്രതീക്ഷിക്കണം. ഈ വ്യാജ നോട്ടീസ് എന്താണ്? അതിറങ്ങിയ പശ്ചാത്തലം എന്താണ്? പിടിയിലായവർ ആരൊക്കെയാണ്? അവരെ വിട്ടയച്ചത് എങ്ങനെയാണ്? ഷിജോ, പോളിംഗ് ബൂത്തിലേക്ക് പോകാനായിട്ട് ഇനി വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു ലഘുലേഖ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടൂരിൽ ചില രാഷ്ട്രീയ അടിയൊടുക്കുകൾ സംഭവിച്ചിരിക്കുന്നത്. അടൂരിലെ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറാണ്. അപ്പോൾ ശാന്തകുമാർ 2008 ഒരു കൊലക്കേസിലെ പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു ലഘുലേഖ ഈ മണ്ഡലത്തിലുടനീളം ഇങ്ങനെ ഒരു വിതരണം ചെയ്തിരുന്നു. അത് വിതരണം ചെയ്തത് CPIയുടെ പ്രവർത്തകരാണ് എന്നുള്ള കാര്യമാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ ലഘുലേഖ വിതരണം ചെയ്ത CPIയുടെ പ്രവർത്തകരെ ഈ മണ്ണടി അടക്കമുള്ള പല പ്രദേശങ്ങളിൽ നിന്നായിട്ട് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു വെച്ച് പിടികൂടി അടൂർ പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. അങ്ങനെ അടൂർ പോലീസിൽ 2 പേരും, ഏനാത്ത് പോലീസിൽ ഒരാളും, കൊടുമൺ പോലീസ് സ്റ്റേഷനിൽ ഒരാളെയും, അങ്ങനെ 5 പേരെ ഈ പറയുന്ന ലഘുലേഖ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയും ഇന്നും ഒക്കെയായിട്ട് പോലീസ് പിടികൂടിയിരുന്നു. ഈ CPI പ്രവർത്തകരെ പിടികൂടിയതിന് പിന്നാലെയാണ് ചിറ്റയം ഗോപകുമാർ, ഇവിടുത്തെ അടൂർ MLAയും ഡെപ്യൂട്ടി സ്പീക്കറുമായിട്ടുള്ള ചിറ്റയം ഗോപകുമാറിന്റെ നേതൃത്വത്തിൽ CPI പ്രവർത്തകർ എല്ലാവരും കൂടെ അടൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വരികയും അവിടെ കുത്തിയിരുന്ന ദീർഘനേരം പ്രതിഷേധിക്കുകയും ചെയ്തു. അവിടുത്തെ DYSPയുമായിട്ടും SHOയുമായിട്ട് വാക്കുതർക്കമൊക്കെ ഉണ്ടായിരുന്നു. പിന്നാലെ ഇവരെ പോലീസിനെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവിടെ പിടികൂടി വെച്ചിരുന്ന 2 CPIയുടെ പ്രവർത്തകരെയും അവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് വിടുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെയാണ് RD ഓഫീസിന് മുമ്പിൽ UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാറും UDF പ്രവർത്തകരും കൂടി ഉപരോധിച്ചത്. അതായത് തനിക്കെതിരെ കള്ളപ്രചരണം നടത്തുകയാണ്. എന്തിനാണ് ഇങ്ങനൊരു ലഘുലേഖ CPI പ്രവർത്തകർ CPM വിതരണം ചെയ്യുന്നത്? താൻ ഒരു കൊലക്കേസിലെയും പ്രതിയല്ല, തനിക്കെതിരെ ഒരു FIRും ഇല്ല, തന്നെ ഒരാളും ശിക്ഷിച്ചിട്ടില്ല, ഇതെല്ലാം കൃത്യമായിട്ട് നിയമത്തിന് മുമ്പിൽ ഉള്ളതാണ്, പിന്നെ എന്തിനാണ് തനിക്കെതിരെ ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് എന്ന് പറഞ്ഞുള്ള ഒരു പ്രതികരണമാണ് CV ശാന്തകുമാർ നടത്തിയത്. എന്തായാലും ഇതിനെതിരെ നിയമപരമായിട്ട് പോകാൻ തന്നെയാണ് LDFിന്റെയും UDFിന്റെയും തീരുമാനം. LDF പറഞ്ഞിരിക്കുന്നത് ജില്ലാ കളക്ടറിന്റെ നടപടിക്കെതിരെ, ജില്ലാ കളക്ടർ പറഞ്ഞത് ഇതിനകത്ത് യാതൊരു തെറ്റുമില്ല, കുറ്റമൊന്നുമില്ല എന്നുള്ള നിലപാടാണ് ജില്ലാ കളക്ടർ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജില്ലാ കളക്ടർക്കെതിരെ നിയമ നടപടിക്ക് പോകുമെന്ന് LDF പറയുന്നു. അതേസമയം ഈ പോലീസിനെതിരെയും ജില്ലാ കളക്ടർക്കെതിരെയും നിയമപരമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമീപിക്കുമെന്ന് പോകുന്നു. എന്തായാലും അങ്ങനെ ഒരു കേസില്ല, അങ്ങനെ ഒരു സംഭവമേ ഇല്ല, ഇത് വ്യാജമാണ്, പൂർണ്ണമായി വ്യാജമാണെന്നാണ് UDF സ്ഥാനാർത്ഥി വൈകാരികമായി പറഞ്ഞത്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസം ഉണ്ടാകുന്ന അടൂരിലെ സവിശേഷമായ ചർച്ചയാണ് വ്യാജ നോട്ടീസും അതിന്റെ അറസ്റ്റും വിട്ടയക്കലും ഒക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.